അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഫളീല കോഴ്സുകളിലെ ഫാദില ഒന്നാം വർഷ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മിൻ അൻവാരിൽ ഖുർആൻ എന്ന പുസ്തകമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പരിചയപ്പെടുത്തുക, അതോടൊപ്പം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് പകർന്നു നൽകേണ്ടത്, അതിൻ്റെ ഒരു രീതിയും ഹ്രസ്വമായി പറയുക എന്നതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഇത് പുതിയ പുസ്തകമാണ്. ഇതിൽ 12 പാഠങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു സന്ദേശം, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം. ആ സന്ദേശം പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് ആദ്യം നൽകുന്നു. എന്നിട്ട് ആ ആയത്തിൻ്റെ ഒരു വിശദീകരണം താഴെ നൽകുന്നു. അങ്ങനെയാണ് ഓരോ പാഠത്തിൻ്റെയും ഘടനയുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ അറബിയിലാണ് ഉള്ളത്. അത് പറയുമ്പോൾ അധ്യാപികമാരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പഠിപ്പിക്കുന്നത് ഫാദില ഒന്നാം വർഷ വിദ്യാർത്ഥിനികൾക്കാണ്. അതുകൊണ്ട് അവർക്ക് വെറും അറബിയിലുള്ള ഒരു കണ്ടൻറ്റ് അടങ്ങിയ പാഠപുസ്തകം അറബിയിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമാണ്, പ്രത്യേകിച്ചും സമയം വളരെ കുറവായ നമ്മുടെ പാഠ്യപദ്ധതി പോലുള്ള പാഠ്യപദ്ധതികളിൽ. അതുകൊണ്ട് ഇത് മുഴുവനും പദാനുപദം അർത്ഥം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതാദ്യമേ പറയുകയാണ്. വേണ്ടത് എന്താണ് എന്ന് കൃത്യമായി പറയാം. അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യണം. ആദ്യം വേണ്ടത്, ഓരോ പാഠവും പഠിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അധ്യാപിക ആ പാഠത്തിൻ്റെ ആശയം എന്താണ് എന്ന് നന്നായി പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, ഗ്രഹിച്ചിരിക്കണം. എന്നിട്ട് നമ്മുടെ മാതൃഭാഷയിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കേണ്ടത്. മാതൃഭാഷയിൽ ക്ലാസ് ഒരു പ്രസംഗ രൂപത്തിൽ ആദ്യം മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അറബിയിലുള്ള ഓരോ വാക്കുകൾ വായിച്ച് അർത്ഥം പറയുന്നതിന് പകരം ഓരോ ജുംലകൾ വായിച്ച് അതിൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആദ്യം മലയാളത്തിൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നു. എന്നതിന് ശേഷം ഓരോ ജുംലകളും വാചകങ്ങളും വായിച്ച് അതിൻ്റെ ആ ഒരു ജുംലയുടെ അർത്ഥം മൊത്തത്തിൽ ആശയമായി പറഞ്ഞു കൊടുക്കുന്നു. അതിനിടയിൽ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാനും വാക്കുകളുണ്ടാവും. ആ വാക്കുകൾ ഏതായിരിക്കണമെന്ന് അധ്യാപിക നേരത്തെ കണ്ടെത്തിയിരിക്കണം. ആ വാക്കുകളിൽ ഫിഅലുകളെ ഒരു കോളത്തിലും ഇസ്മുകളെ, നാമങ്ങളെ മറ്റൊരു കോളത്തിലും, ഹർഫുകളെ, പാർട്ടിക്കിളുകളെ മറ്റൊരു കോളത്തിലുമായി അടയാളപ്പെടുത്തി എഴുതി കൊടുക്കണം. അപ്പോൾ ഒരു പാഠത്തിൽ ആ പാഠത്തിലെ മുഴുവൻ വാക്കുകളുടെയും അർത്ഥം പദാനുപദം പഠിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് വാചകം പഠിപ്പിക്കുമ്പോൾ ആ വാചകത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, അത് ഫെയിലാണെങ്കിൽ ഫീലുകളുടെ കോളത്തിൽ, ഇസ്മാണെങ്കിൽ ഇസ്മുകളുടെ കോളത്തിൽ, ഹർഫാണെങ്കിൽ ഹർഫുകളുടെ കോളത്തിൽ എഴുതി വെക്കുക. അതാണ് പാഠം എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഓരോ പാഠത്തിനും ആക്ടിവിറ്റികളുണ്ട്. ആ ആക്ടിവിറ്റികൾ അറബിയിൽ തന്നെ ഉത്തരം ചെയ്യാൻ പഠിപ്പിക്കുക. അത് പഠിപ്പിക്കുമ്പോൾ ആദ്യത്തിലൊക്കെ ചില പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ക്രമേണ കുട്ടികൾക്ക് അത് പഠിയും, അത് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഇതിൽ അറബി ഭാഷാപരമായ പഠനം, ഇത് അറബി ഭാഷ പഠിക്കാനുള്ള ഗ്രന്ഥമല്ല, ഇത് ഖുർആനിൻ്റെ ആശയം പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. പക്ഷേ എങ്കിലും നമുക്ക് അറബിക്ക് വേണ്ടി കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ്: ഫീലുകൾ, ഹർഫുകൾ,
ഇസ്മുകൾ എന്നിവ ഓരോ കള്ളികളിലായി എഴുതുക. എല്ലാ ഇസ്മും എഴുതിയില്ലെങ്കിലും എല്ലാ ഫീലും എഴുതിയില്ലെങ്കിലും എല്ലാ ഹർഫും എഴുതിയില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ ഈ പാഠത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നു, അടുത്ത പാഠത്തിൽ നിന്നും അതേപോലെ കിട്ടുന്നു. അങ്ങനെ 12 പാഠങ്ങൾ കഴിയുമ്പോഴേക്ക് വൊക്കാബുലറിയുടെ ഒരു സമ്പന്നമായ അവസ്ഥയിലേക്ക് വിദ്യാർത്ഥിനി എത്തിച്ചേരും. പിന്നെ 12 പാഠങ്ങളുടെ ആക്ടിവിറ്റികൾ അറബിയിൽ തന്നെ എഴുതാൻ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ 1 2 ക്ലാസ് 3 ക്ലാസ്സുകൾ നമ്മളുടെ പ്രത്യേക സഹായം വേണ്ടി വരും. പിന്നീട് അവർ തന്നെ സ്വയം അറബിയിൽ ഉത്തരം എഴുതാൻ തുടങ്ങണം. അങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉദാഹരണമായിട്ട് ഫബദഅ യുഅദ്ദിബുഹാ വയുലഖിമുഹാ ഫിർഔനു വഅസ്ററത അലാ ഈമാനിഹാ. അപ്പോൾ ഫറോവയെക്കുറിച്ച് പറയുന്ന ഒരു പാഠമുണ്ട്. ആ പാഠത്തിൽ വയുലഖിമുഹ എന്നുള്ളടത്ത് ലതമ, അസറത്ത് എന്നുള്ളടത്ത് അസറ, അല എന്നുള്ളടത്ത് മേൽ, ഈമാൻ എന്നുള്ളടത്ത് ഈമാൻ. ഇങ്ങനെ ഹർഫുകളും ഇസ്മുകളും വർബുകളും വേറെയായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. 1ാമത്തെ പാഠത്തിൽ ഈമാനിനെ കുറിച്ചാണ് പറയുന്നത്. സത്യവിശ്വാസിനികൾക്ക് അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി ഖുർആനിൽ അവതരിപ്പിച്ചിരിക്കുന്ന 2 സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ ഒരാളെ പറ്റിയാണ് പറയുന്നത്. ആ സ്ത്രീ ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. വിശ്വാസത്തിൻ്റെ ശക്തി അവിടെ നമുക്ക് പറഞ്ഞ് പഠിച്ചു കൊടുക്കാം. മാത്രമല്ല വിശ്വാസത്തിന് ശക്തി ഉണ്ടായിരിക്കണം. വിശ്വാസത്തിന് ശക്തി ഉണ്ടാവണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസം നമുക്കുണ്ടായാൽ നമുക്ക് പരീക്ഷണങ്ങൾ തീർച്ചയായും ഉണ്ടാകും. വിശ്വാസികളാണ് പരീക്ഷണത്തിന് വിധേയനാവുക. ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവണം. വിശ്വാസമില്ലാത്തവർ പരീക്ഷണങ്ങളിൽ പതറിപ്പോകും. അതുകൊണ്ട് തന്നെ ബലമുള്ള വിശ്വാസമായിരിക്കണം എന്നതാണ് ഈ 1ാമത്തെ പാഠത്തിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരാളായിരുന്നു ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഫറോവയുടെ ക്രൂരമായ ഭേദ്യങ്ങളിൽ നിന്ന് അവർ നല്ല മനസ്സോടെ മാനസികമായ ശക്തിയോടെ ബലത്തോടെ പിടിച്ചു നിന്നു. എല്ലാവർക്കും അറിയാം. 1ാമത്തെ പാഠത്തിൽ അതാണ് പറയുന്നത്. അതിൻ്റെ ആക്ടിവിറ്റികളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ പോലെ ആക്ടിവിറ്റികൾ അറബിയിൽ തന്നെ ചെയ്യണം. പാഠം അറബിയിൽ തന്നെ പഠിപ്പിക്കുകയല്ല, പാഠത്തിൽ നിന്ന് അറബിയിലുള്ള കുറേ വാക്കുകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2ാമത്തെ പാഠം ഇതേ വിഷയത്തിലെ 2ാമത്തെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് 1ാമത്തെ വിഷയം നമ്മൾ എങ്ങനെയാണോ അവതരിപ്പിച്ചത് ആ രീതിയിൽ തന്നെയാണ് 2ാമത്തെ വിഷയം അവതരിപ്പിക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു എന്ന പ്രാധാന്യം മറിയം ബീവിക്കുണ്ട്. മാത്രമല്ല ഈ പാഠവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറിയം ബീവിയെക്കുറിച്ച് നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാതൃഭാഷയിൽ അവതരിപ്പിക്കുകയും പിന്നീട് അറബിയിലുള്ള ജുംലകളായി പഠിപ്പിക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഹർഫ്, ഫെയില്, ഇസ്മ തുടങ്ങിയവ അതിൽ നിന്ന് കണ്ടെത്തി നോട്ട് ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യുക. 2ാമത്തെ പാഠത്തിൻ്റെ ഉള്ളടക്കമാണ് നമ്മൾ പറഞ്ഞത്. 3ാമത്തെ പാഠത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞ 1-2 പാഠങ്ങളിൽ ഈമാനിൻ്റെ ശക്തി മുഅ്മിനത്തുകളെ പരിചയപ്പെടുത്തി, ആസിയ ബീവിയെയും മറിയം ബീവിയെയും. ഈ പാഠത്തിൽ നേരെ വിപരീതമാണ്. എന്താണ് പറയുന്നത്? നൂഹ് നബിയുടെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ, 2 പേരും സ്വന്തം പ്രവാചകന്മാരായ ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഭർത്താവ് നന്നായി എന്നതുകൊണ്ട്, കുടുംബം നന്നായി എന്നതുകൊണ്ട്, ഭാര്യ നന്നായി എന്നതുകൊണ്ട് ഒന്നും പ്രത്യേക കാര്യമൊന്നുമില്ല എന്നത് ഇതിൻ്റെ ഒരു ആശയമാണ്. അതുകൊണ്ടാണ് ലൈസൽ അംറു അലാ ഹസബിൽ ഹസബി വന്നസബി, കുടുംബം തറവാട് അതിനനുസരിച്ചല്ല കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം പറയണം. ആ ചരിത്രത്തിൽ നൂഹ് നബിയെയും നൂഹ് നബിയുടെ ആശയത്തെയും ആദർശത്തെയും എവിടെയാണ് തൻ്റെ ഭാര്യ ലംഘിക്കുന്നത്, വഞ്ചിക്കുന്നത് എന്നതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു പഠിച്ചു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ആക്ടിവിറ്റികൾ അത് അറബിയിൽ തന്നെ ചെയ്യണം. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, അതിൽ അറബി ഭാഷാപരമായ സഹായം ലഭിക്കുന്ന ചില ആക്ടിവിറ്റികൾ തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് ആക്ടിവിറ്റികളുടെ കാര്യത്തിൽ അറബി അല്ലാത്ത മറ്റൊന്നിലേക്കും ഒരിക്കലും പോകരുത് എന്ന് പറയുന്നത്.
നാലാമത്തെ പാഠത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ പരിചയപ്പെടുത്തുന്നത് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. അതായത് ഒരാശയം പറഞ്ഞു തുടങ്ങുകയാണ്. ആ ആശയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നബിക്ക് നമ്മോടുള്ള സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹം. അപ്പോൾ നബി നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു, നമ്മൾ സ്വർഗത്തിൽ എത്തണമെന്ന് നബി എത്രമാത്രം ആഗ്രഹിച്ചു, നമുക്ക് ഈ ലോകത്ത് ജീവിതത്തിനൊരു ചിട്ട ഉണ്ടാവണമെന്ന് നബി എത്രമാത്രം ആഗ്രഹിച്ചു, അതിന് നബി എത്രമാത്രം കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് അസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് പറയുന്നുണ്ട്. നബിയുടെ പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളിൽപ്പെട്ട, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് താരീഖിലൊക്കെ പരിചയപ്പെടുന്നുണ്ട്, പക്ഷേ എങ്കിലും ഇവിടെ നമ്മൾ അറബിയിൽ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ നാലാമത്തെ പാഠത്തിൻ്റെ ഉള്ളടക്കം. ഒന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഇങ്ങോട്ട് കാണിച്ച സ്നേഹം. അതെന്തിനാ പഠിക്കുന്നത്? അപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ടും സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ, അവരെ ഹ്രസ്വമായി പരിചയപ്പെടുത്തുകയാണ്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ആക്ടിവിറ്റികൾ അത് അറബിയിൽ തന്നെ എഴുതണം. ചോദ്യങ്ങളാണെങ്കിലും ഉത്തരങ്ങളാണെങ്കിലും വലിയ ചോദ്യങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ എഴുതണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ അറബി ഭാഷ പഠിക്കാനുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് അത് വീണ്ടും അത് അങ്ങനെ ഊന്നി പറയുന്നത് എന്ന് വീണ്ടും ഉണർത്തുകയാണ്. അഞ്ചാമത്തെ പാഠത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ തിരുത്തുകയാണ്. അത് നമ്മുടെ വിദ്യാർത്ഥിനികളെ ആ അർത്ഥത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കണം. അതായത് മനുഷ്യൻ്റെ എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്വം പെണ്ണാണ് എന്ന ഒരു ധാരണ, അത് ബൈബിൾ പഠനങ്ങളിൽ നിന്നാണ് പലപ്പോഴും വന്നത്. കാരണം ഹവ്വ ബീവി പറഞ്ഞിട്ടാണ് ആദം നബി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നില്ല, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എവിടെയും അത് പറയുന്നില്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു പോയി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വളരെ ബഹുമാനത്തോടുകൂടിയാണ് പറയുന്നത്. തെറ്റാണെങ്കിൽ തന്നെയും അത് വളരെ ബഹുമാനത്തോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ സ്ത്രീകളാണ് ഈ ലോകത്തെ ആദിപാപത്തിൻ്റെ ഉടമസ്ഥ, കാരണക്കാരി പെണ്ണാണ്, അതൊരിക്കലും പറയാൻ പാടില്ല. ഇസ്ലാം അങ്ങനെ പറയുന്നില്ല, ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അതിന് ഈ ആദം നബിയുടെ ചരിത്രത്തിൽ തന്നെ എല്ലാവരും പെണ്ണാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ആദം നബിയുടെ ചരിത്രമാണല്ലോ. ആദം നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ആ പറയുന്ന സ്ഥലങ്ങളിൽ തന്നെ പെണ്ണല്ല, അല്ലെങ്കിൽ പെണ്ണ് മാത്രമല്ല, തെറ്റ് രണ്ടാളും ചെയ്തിട്ടുണ്ട്. പക്ഷെ തെറ്റ് ഉണ്ടായത് പെണ്ണിൻ്റെ ഭാഗത്തിൽ നിന്നാണ് എന്നോ തെറ്റിന് വേണ്ടി പ്രേരിപ്പിച്ചത് പെണ്ണ് മാത്രമാണ് എന്നോ ഉള്ളത് ശരിയല്ല. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതിന് 5 ന്യായങ്ങൾ നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ 5 ന്യായങ്ങളും കൃത്യമായി നോട്ട് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പലപ്പോഴും ഈ പാഠപുസ്തകത്തിൽ പ്രത്യേകിച്ചും ഫാദില ഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ വാക്ക് പദാനുപദ അർത്ഥങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശവും അത് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ ഒരുപാട് അത്യധ്വാനം ചെയ്യുകയാണ് പദാനുപദാർത്ഥങ്ങൾ വെക്കാൻ വേണ്ടി. അപ്പോൾ കുട്ടികളുടെ ശ്രദ്ധയെല്ലാം അതിലേക്ക് പോവുകയാണ്. കേവലം വാക്കിനെ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് പോവുകയാണ്. അതേസമയം അതിൻ്റെ ഇടയിൽ വലിയ വലിയ ആശയങ്ങൾ ഒരുപാടുണ്ട്. ആ ആശയങ്ങളൊക്കെ തന്നെയും അപ്രസക്തമാവുകയാണ്. അത് കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ സമയങ്ങളിലൊന്നും കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ കുട്ടികൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതേസമയം ഏതെങ്കിലും ഒരു വാക്കിന് അർത്ഥം പറയാൻ പറഞ്ഞാൽ അവർക്കത് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, അതേസമയം അറബി ഭാഷ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്മുകൾ, ഫേലുകൾ, ഹർഫുകൾ ഓരോ പാഠത്തിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യണമെന്ന് പറയുന്നത്. മാത്രമല്ല ആക്ടിവിറ്റികളെല്ലാം അറബിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്നും പറയുന്നത്. അപ്പോൾ സ്ത്രീ അല്ല ആദിപാപത്തിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന ആശയം 5ാമത്തെ പാഠത്തിൽ 5 ലക്ഷ്യങ്ങളോടുകൂടെയാണ് പറയുന്നത്, 5 ന്യായങ്ങളോടുകൂടെ. അത് നന്നായി പഠിപ്പിക്കണം. പിന്നെ 6ാമത്തെ പാഠത്തിൽ സ്ത്രീ ഒരു ചരിത്രത്തിൻ്റെ തുടക്കക്കാരിയാണ് എന്ന അഭിമാനം പെൺകുട്ടികൾക്ക് പഠിപ്പിക്കണം. അത് ഹാജർ റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രമാണ്.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം, ഇസ്മായിൽ നബിയുടെ ചരിത്രം, അവർ മക്കയിലെത്തിയ ചരിത്രം, സംസം കിണറുണ്ടായ ചരിത്രം, സായി ഉണ്ടായ ചരിത്രം, പിന്നെ അവിടെ ജീവിതം ആരംഭിച്ച ചരിത്രം, ഈ ചരിത്രങ്ങളൊക്കെ തന്നെയും നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയും പിന്നെ കഅബ, മക്ക, സംസം തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ കണക്കുകൾ, ഇപ്പോൾ സംസം കിണർ എത്ര ആഴമുണ്ട്, എത്ര ആഴം വരെ വെള്ളമുണ്ട്, എത്രയാണ് അതിൻ്റെ വ്യാസം, അതിൻ്റെ ഡയമീറ്റർ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും, അതിലെ വെള്ളം എത്ര ലിറ്റർ ഉണ്ടായിരിക്കും, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും കുട്ടികൾക്ക്, കാരണം ആധുനിക കുട്ടികളാണ്, ആധുനിക കുട്ടികൾക്ക് ആധുനിക കണക്കുകൾ വെച്ച് തന്നെ പഠിപ്പിക്കണം. നമ്മൾ പരമ്പരാഗതമായി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അങ്ങനെ വീണ്ടും ചെറുവണം പറയുന്നതിൽ അർത്ഥമില്ല. അതേസമയം പുതിയ വിഷയങ്ങൾ പുതിയ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെ 7ാമത്തെ പാഠത്തിൽ പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ സന്ദേശമായി പറയുന്നത്, നീ മനുഷ്യൻ്റെ ഒരലങ്കാരമാണ്, നീ മനുഷ്യൻ്റെ ഒരാനന്ദമാണ്. പക്ഷെ നീ അലങ്കാരമാകാൻ, നീ ആനന്ദമാകാൻ, നീ അലങ്കാരമാണ്, ആനന്ദമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിനും ആ ഖുർആൻ പഠിപ്പിക്കാൻ വന്ന അള്ളാഹുവിൻ്റെ റസൂലിനും അവരുടെ അധ്യാപനങ്ങൾക്കും നീ വിധേയമായി ജീവിച്ചിരിക്കണം. അപ്പോഴാണ് നീ അലങ്കാരമാവുന്നത്. നീ നിൻ്റെ ശരീരം മുഴുവനും തുറന്നിടുമ്പോഴല്ല നീ ഭംഗിയുള്ളവളായിത്തീരുന്നത്, മറിച്ച് നിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാമോ ആകർഷകമായ കാര്യങ്ങൾ ഉണ്ട് എന്നത് വരുത്തുന്ന വിധത്തിൽ നീ എല്ലാം നന്നായി മറച്ചു വെക്കുമ്പോൾ മാത്രമാണ് നിൻ്റെ ശരിയായ അലങ്കാരം എന്ന ഒരാശയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയയായി ജീവിക്കുന്ന പെണ്ണാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി, മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ മത്താഴ്, വിഭവം എന്നൊക്കെയുള്ള ആശയങ്ങളാണ് 7ാമത്തെ പാഠത്തിൽ പഠിപ്പിക്കുന്നത്. വീണ്ടും ഇടയിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് തന്നെയാണ്. ആക്ടിവിറ്റികളെല്ലാം തീർച്ചയായും ഗൗരവത്തോടെ സമീപിച്ചുകൊണ്ട് ചെയ്യിക്കണം, അറബിയിൽ തന്നെ ചെയ്യിക്കുകയും വേണം. 8ാമത്തെ പാഠത്തിൽ മഹറിനെ കുറിച്ചാണ് പറയുന്നത്. മഹർ എന്ന് പറയുന്നത് വിവാഹ മൂല്യമാണ്. അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മഹർ എന്ന് പറഞ്ഞാൽ അത് പെണ്ണിൻ്റെ വിലയല്ല. ഇസ്ലാം അങ്ങനെ മഹറിനെ കാണുന്നില്ല, അങ്ങനെ ഇസ്ലാം മഹറിനെ അവതരിപ്പിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം പറയുന്നത് വിവാഹ മൂല്യമാണ്. അത് വിവാഹത്തിൻ്റെ മൂല്യമാണ്, പെണ്ണിൻ്റെ മൂല്യമല്ല, അത് വിവാഹത്തിൻ്റെ മൂല്യമാണ്. ഈ വിവാഹം എന്നത് വളരെ ഗൗരവത്തായ ഒരു ഉടമ്പടിയാണ് എന്ന് വരാനും വരുത്താനും മാത്രമല്ല, അവൾ ആ മഹറിൽ സഭയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആദരവോടുകൂടെയും അഭിമാനത്തോടുകൂടെയും നൽകപ്പെട്ട ഒരു പകരമായിട്ടാണ് അവളുടെ ജീവിതം അവൻ്റെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ ആശയമുള്ള ഒരു കാര്യമാണ് മഹർ എന്ന് പറയുന്നത്. മഹർ എന്ന് പറയുന്ന സംവിധാനം ഇസ്ലാമാണ് ഉണ്ടാക്കിയത്, സ്ഥാപിച്ചത് ഇസ്ലാമാണ്. അപ്പോൾ പിന്നെ ജാഹിലിയത്തിലെ വിവാഹങ്ങൾ അതിനെ സംബന്ധിച്ചെല്ലാം ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അവർക്ക് നൽകണം. മാത്രമല്ല, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശക്തിയാണ്, അവരുടെ ആവശ്യമാണ്, അവരുടെ പ്രാധാന്യമാണ്, ഇതെല്ലാം കുറിക്കുന്നത് മഹറാണ്. അതേസമയം മഹർ ഒരുപാട് കൂടാനും പാടില്ല. അങ്ങനെ വന്നാൽ സ്ത്രീകൾക്കത് പ്രയാസമാണ്. അതുകൊണ്ട് അതിൻ്റേതായ നിയന്ത്രണം ഇസ്ലാം വെച്ചിട്ടുണ്ട്. മഹാനായ നബിയുടെ മഹർ എത്രയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ മഹറിൻ്റേതായ ചില ഫിഖ് നിയമങ്ങളുണ്ട്, അതും ഈ പാഠത്തിൽ തന്നെ വരുന്നുണ്ട്. അതും തന്നെ ആ അർത്ഥത്തിൽ തന്നെ മഹറിൻ്റെ പാഠങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെ പഠിക്കണം. പിന്നെ 9ാമത്തെ പാഠത്തിൽ 9ാമത്തെയും 10ാമത്തെയും പാഠങ്ങൾ രണ്ടും ഒരു ചരിത്രമാണ്. ആ ചരിത്രം സബയിലെ രാജ്ഞിയായിരുന്ന ബിൽഖീസിനെ കുറിച്ചുള്ള ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു ചരിത്രമാണ്. ആ ചരിത്രം നമ്മളിവിടെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സ്ത്രീ ബുദ്ധിമതിയാണ്, അവൾക്ക് അവളുടേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതേസമയം അവൾ ബുദ്ധിമതിയാണ്, കാര്യക്ഷമതയുള്ളവളാണ് എന്ന ഒരു സന്ദേശം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് ഏറ്റവും ഉപര്യുക്തമായ ഒരു അധ്യായമാണ് മലിക്കത്തു സബ എന്ന് പറയുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് യമനിലെ സബ ഭരിച്ചിരുന്ന ബിൽഖീസ് രാജ്ഞി, അവരുമായുള്ള ചരിത്രങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ചരിത്രങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, സബയിലെ രാജ്ഞി
എത്രമാത്രം ബുദ്ധിമതിയായിരുന്നു എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതായത് ചരിത്രങ്ങളിലോ കഥകളിലോ ശേബാരാജ്ഞി വലിയ ബുദ്ധിമതിയായിരുന്നു എന്ന് പറയുന്നത് പഠിപ്പിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ കലാമിൽ പ്രത്യേകം അടിവരയിട്ട് പരാമർശിച്ചിരിക്കുന്ന പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാഠങ്ങളാണ് സബയിലെ രാജ്ഞിയുടെ ബുദ്ധി വൈഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഇവിടെ 10ാമത്തെ പാഠത്തിൽ അക്കമിട്ടുകൊണ്ടെന്നോണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ 11ാമത്തെ പാഠത്തിൽ കുടുംബ ജീവിതത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. കുടുംബ ജീവിതത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാര്യമാണ് ദമ്പതികൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ. അങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അത് വെച്ച് കുടുംബജീവിതം തന്നെ വേണ്ട എന്ന് വെക്കുകയല്ലല്ലോ ശരി. മറിച്ച് അതെങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? അസ്വാരസ്യങ്ങൾ തീർച്ചും സ്വാഭാവികമാണ്. 2 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 2 ആൾക്കാർ, അവർ 2 പേരുടെയും ജീവിതം പരസ്പരം വിളക്കി ചേർക്കുകയാണ് വിവാഹത്തിലൂടെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഒരേപോലെയാണ് എന്നോ അല്ലെങ്കിൽ പെണ്ണ് മാത്രം കുറേ താഴെയാണ് എന്നോ ഒന്നും പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആണും പെണ്ണും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ചില കാര്യങ്ങളിലെല്ലാം ആണുങ്ങൾക്കാണ് മേൽക്കൈയുള്ളത്, അതേസമയം ചില കാര്യങ്ങളിലൊക്കെ പെണ്ണുങ്ങൾക്കും മേൽക്കൈയുണ്ട്. ഇവ 2 പേരും സമഞ്ജസമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് കുടുംബം ഉണ്ടാവുന്നത്, കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നത്. ഇതിന് സാധ്യമാവാത്ത സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നാണ് പലരും പല അഭിപ്രായവും പറയുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും ശാസ്ത്രീയമായത്, അതിലേറ്റവും ഹൃദയഹാരിയായത്, അതിലേറ്റവും മനോഹരമായത് ഇസ്ലാം ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അതാണ് 11ാമത്തെ പാഠത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിപ്പിക്കാനുമുള്ളത്. പിന്നെ 12ാമത്തെ പാഠം സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പാഠമാണ്. പക്ഷേ അതിനു വേണ്ടി നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് മുബാഹലയുടെ ചരിത്രം എടുത്തിരിക്കുകയാണ്. മുബാഹലയുടെ ചരിത്രം ഇതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നജ്റാനിൽ നിന്ന് ക്രൈസ്തവരുടെ ഒരു നിവേദക സംഘം വന്നു. അവരും നബിയും തമ്മിൽ സംസാരിച്ചു. ആശയങ്ങളിലൊക്കെ തന്നെയും അവർക്ക് പരസ്പരം ഇഷ്ടവും ബഹുമാനവും ഉണ്ടായി. എങ്കിലും ഈസാ മറിയമിൻ്റെ കാര്യത്തിൽ അവർക്കും നബിക്കും ഒരേ സ്വരത്തിലെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വരൂ നമുക്കിനി പ്രാർത്ഥിച്ചു പിരിയാം എന്ന ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബത്തെ വിളിച്ചു ചേർക്കുകയും ചെയ്തു എന്നതാണ് ആ സംഭവം നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഖുർആനിക പഠനങ്ങളിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, അവരിൽ ആൺമക്കൾ, അവരിൽ പെൺമക്കൾ, അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഹ്രസ്വമായ രേഖ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് 12ാമത്തെ പാഠം അവസാനിപ്പിക്കുന്നത്. ഈ 12 പാഠങ്ങളാണ് ഈ പാഠപുസ്തകത്തിലുള്ളതെന്ന് പറഞ്ഞു. വീണ്ടും ആവർത്തിച്ചു പറയാനുള്ളത്, ഇത് നമുക്ക് അറബി പഠിക്കാനുള്ള പാഠപുസ്തകമല്ല. അതുകൊണ്ട് തന്നെ പദാനുപദ അർത്ഥം പഠിപ്പിച്ച് കുട്ടികൾ പഠിച്ച് ഒരുപാട് അധ്വാനം അങ്ങനെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവേണ്ടതില്ല. മറിച്ച് പാഠം മാതൃഭാഷയിൽ ആശയം പറഞ്ഞു കൊടുക്കുക, പിന്നീട് വാചകങ്ങൾ അറബിയിൽ വായിച്ച് വാചകങ്ങളുടെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് ഏതാനും ഫേലുകളും ഇസ്മുകളും ഹർഫുകളും ടേബിൾ ചെയ്ത് പഠിക്കുക. പിന്നെ ആക്ടിവിറ്റികൾ മുഴുവനായും 100% അറബിയിൽ തന്നെ ചെയ്യിക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അധ്യാപക സഹോദരങ്ങൾ ശ്രമിക്കണമെന്ന് വീണ്ടും വിനയത്തോടെ ഉണർത്തിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.